ഓരോ പെൺകുട്ടികൾക്കും കല്യാണത്തിന് ശേഷം സ്വന്തം വീട്ടിലേക്ക് പോകുക എന്നുള്ളത് എന്താ ഒരു സ്വർഗത്തിലേക്ക് പോകണമാണ്. ഇനിയിപ്പോൾ എത്ര സുഖമാണ് കല്യാണം കഴിച്ചു കൊടുത്തതെന്ന് വെച്ചാൽ അവനവൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവൾക്ക് ഉണ്ടാവുന്ന ഒരു സുഖമുണ്ട്. ആ ഒരു എന്താ മനസ്സിൻ്റെ കുളിർമ തേടിയുള്ള പോക്കാണ് കേട്ടത്. അപ്പം പെട്ടെന്ന് തീരുമാനിച്ച പോക്കായതുകൊണ്ട് തന്നെ അമ്മേനോട് വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അതാണ് ഞാൻ ചിക്കനൊക്കെ വാങ്ങി പോകുന്നത്. മീൻ വാങ്ങാൻ വിചാരിച്ചിരുന്നു, കാരണം പക്ഷെ നിത്തൂട്ടം പറഞ്ഞുകൊണ്ടാണ് ചിക്കൻ വാങ്ങിയത്. അപ്പോൾ ഞാൻ അവിടെ എത്താനായപ്പോൾ അമ്മേനെ വിളിക്കേണ്ടി വന്നു. സസ്പെൻസ് പൊളിഞ്ഞു എന്ന് പറയാമല്ലോ. എന്താ വെച്ചാൽ നല്ല മഴയുന്നു. അപ്പോൾ കുട ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ കയ്യിലുള്ള സാധനവും നിത്തൂനെയും ഒക്കെ പാടെ കൊണ്ടുപോകാൻ കഴിയില്ല വെച്ചിട്ട് അമ്മേനോട് കുട എടുത്ത് വരാൻ പറഞ്ഞാണ്. അപ്പോൾ ഇതാ കണ്ടോ, റോഡൊക്കെ ആകെ കുത്തി ഒഴിച്ച് മുകളിൽ നിന്നുള്ള വെള്ളം ഒന്നായിട്ട് വന്ന് ആകെ കുത്തി ഒഴിച്ച് റോഡൊക്കെ നാശമായിട്ടുണ്ട്. അപ്പോൾ ഓട്ടോ മുകളിലേക്ക് കയറൂല കേട്ടോ. അപ്പോൾ ഞാനും നീത്തൂട്ടനും കൂടി നടന്നു. ഓന് കുടയൊന്നും വേണ്ടായിരുന്നു. അന്നേരം ആകുമ്പോഴേക്കും മഴ ഒന്ന് ചാറിയപ്പോൾ ഓൻ അവിടെ എത്തിയപ്പോൾ ഓനൊരു സന്തോഷമാണ്. അപ്പോൾ അമ്മേനെ വീഡിയോയിൽ കാണിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് അമ്മ തിരിഞ്ഞ് നടക്കുകയാണ് കേട്ടോ. എന്തായാലും എൻ്റെ സ്വർഗം എന്ന് പറഞ്ഞാൽ അതാണ്. ഇതല്ല കേട്ടോ ഞാൻ ജനിച്ച് വളർന്ന വീട് എന്ന് പറയുന്നത്. ഇതല്ല, കല്യാണമായപ്പോഴേക്ക് വീട് പണി, എൻ്റെ കല്യാണത്തിനേക്ക് വീടൊക്കെ മാറ്റിയതാണ്. വീട് പൊളിച്ച് ആദ്യം ഒരു ഓടിട്ട വീടായിരുന്നു, പിന്നെ എൻ്റെ കല്യാണത്തിനേക്ക് മാറ്റം വരുത്തിയാണ്. അപ്പോൾ ബസ്സിലൊക്കെ പോകുന്നല്ല, ഒന്ന് കൈയും കാലും മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് സത്യം പറഞ്ഞാൽ ഒന്ന് മേലൊഴുകിയിട്ടാണ് ഞാൻ കയറൽ. പക്ഷേ എനിക്ക് നല്ല വിശപ്പുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് കൈയും കാലൊക്കെ ഒന്ന് കഴുകും. അപ്പോൾ ഇതാ ഞങ്ങളെ ഡൈനിങ് ഹാൾ ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ അച്ഛനെയാണ് കാണുക. പണ്ടേ ഞാനിങ്ങനെ വരുമ്പോഴേ അച്ഛ ഏത് നേരം നോക്കിയാലും ടി വി കാണുമായിരിക്കും. റൂമിൻ്റെ ഉള്ളിൽ വാർത്ത കണ്ട് അങ്ങനെ ഇരിക്കലാണ് അച്ഛൻ്റെ പണി വീട്ടിലുണ്ടെങ്കിൽ. പിന്നെ ഉച്ചയ്ക്ക് ശേഷം അച്ഛൻ തൊടിക്കൊക്കെ ഇറങ്ങും. അപ്പോൾ ഞാൻ വരുമ്പോൾ മുഴുവൻ ഇതാ ഈ റൂമിൻ്റെ ഉള്ളിൽ അച്ഛൻ ഉണ്ടാവുക, ടി വി കണ്ടുകൊണ്ടിരിക്കും. ആര് വന്നാലൊന്നും അച്ഛൻ ചിലപ്പോൾ അറിയില്ല. അപ്പോൾ ചെന്നിട്ട് ഞാൻ നിത്തൂനെ കൊണ്ട് വിളിപ്പിക്കും. അപ്പോൾ പുറത്തേക്ക് വരും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം ഒരു ഫോട്ടോയിൽ ഒതുങ്ങി നമ്മൾ. ഓക്കെ, അപ്പോൾ അമ്മ ഞാൻ വന്ന് എന്ന് പറഞ്ഞപ്പോഴേക്ക് തന്നെ അനിയനെ വിളിച്ച് പറയണം. അപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞ ചിക്കൻ വാങ്ങിയിട്ട് നിങ്ങളൊന്നും പറയണ്ടെന്ന് പറഞ്ഞതാണ് കേട്ടോ. ഒന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് മീനൊന്നും അതിൽ പോകില്ല. അപ്പോൾ എല്ലാവരും സ്വന്തം വീട്ടിലേക്ക് വന്നാൽ ആദ്യം കയറി നോക്കുക എവിടെയായിരിക്കും അടുക്കളയിലേക്ക് എന്താണ് എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ അമ്മ ഓട്ടർ ഉണ്ടാക്കിയ കുറച്ച് ബാക്കിയുടെ ഉണ്ടായിരുന്നു കേട്ടോ ഭാഗ്യത്തിന്. അപ്പം ഞാൻ നിത്തൂട്ടനും കൂടി അതിരുന്ന് നിത്തൂനും ചായ കൊടുത്തേന്ന്. എനിക്ക് കുടിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ കുടിച്ചില്ല. എന്നാലും ഓനും കൊടുത്ത്. ഞാനും നല്ല തക്കാളിക്കറിയും ഓട്ടോടി ഉണ്ടായിരുന്നു, മീൻകറി ഇല്ല കേട്ടോ ഒന്ന്. അപ്പോൾ അത് നല്ലോണം മൃഷ്ടാനം ഭോജിച്ചു എന്ന് പറയുന്ന പോലെ നല്ലോണം വയറ്റിലാക്കി. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അപ്പോഴേക്ക് ഞാൻ കൊണ്ടുവന്ന പൂള, അമ്മയ്ക്ക് പൂള നല്ല ഇഷ്ടമാണ്. അപ്പോൾ പൂള അമ്മ നന്നാക്കുകയാണെങ്കിൽ അതും ചിക്കനും കൂടി വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മ അത് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മയ്ക്ക് ഞങ്ങൾ വരുമ്പോഴാണ് അമ്മേൻ്റെ മുഖം ഒന്ന് ചിരിച്ച് കാണൽ. അത് ഞാനും പൊന്നൊക്കെ വരുമ്പോഴാണ് അമ്മയ്ക്ക് സന്തോഷം. അപ്പോൾ ചിക്കൻ ഞാൻ കഴുകി കൊടുക്കുക, എന്നിട്ട് ഞാൻ മേലൊഴുകി മാറ്റാറിട്ട് ഞാൻ ചിക്കനൊക്കെ അമ്മയ്ക്ക് കഴുകി വൃത്തിയാക്കി കൊടുത്തിട്ടോ. അമ്മേൻ്റെ കുളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വൃത്തിയാക്കി തരാറിട്ട് അത് നല്ലോണം ഞാൻ കഴുകി പിന്നെ ശരിയാക്കി പൊരിക്കാൻ നിത്തൂന് ഇത്തിരി പൊരിക്കുകയും ചെയ്യുക, ബാക്കി കറിയും വെക്കാറുണ്ട് അമ്മ. അപ്പോൾ എന്തായാലും അത് കഴുകി വൃത്തിയാക്കിയ ഞാനും പൊന്നും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയലുണ്ട്, ആണുങ്ങൾക്കൊക്കെ എന്ത് സുഖമല്ലേ, അവർക്ക് കല്യാണം കഴിച്ചിട്ട് വേറെ വീട്ടിലേക്ക് പോകണ്ട, വേറെ വീട്ടിലിരിക്കേണ്ട, സ്വന്തം വീട്ടിൽ തന്നെ എല്ലാ കാലത്തും ഇരിക്കുക. എന്തൊരു ഭാഗ്യമാണല്ലോ സത്യം പറഞ്ഞാൽ. നമുക്ക് കല്യാണം കഴിച്ച് വീട്ടിലൊക്കെ എല്ലാ സുഖങ്ങളും ഉണ്ടെങ്കിൽ കൂടി നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം. എൻ്റെ പണ്ടത്തെ ഫോട്ടോ ആണ് കേട്ടോ. അച്ഛയ്ക്ക് പണ്ട് താടി ഉണ്ടായിരുന്നു. പണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ കല്യാണ സമയം വരെയൊക്കെ അച്ഛൻ താടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും അച്ഛനെ താടി എന്ന് വിളിക്കില്ല. അച്ഛൻ്റെ ഫ്രണ്ട്സും അച്ഛൻ്റെ കൂടെ കമ്പനിയിൽ പണിയെടുത്തവരൊക്കെ നാട്ടിലുള്ളവരൊക്കെ താടി എന്ന് വിളിക്കൽ കേട്ടോ. അച്ഛൻ്റെ പേര് നാരായണൻ എന്ന് വളരെ കുറഞ്ഞ ആൾക്കാർ വിളിക്കുക, കുറച്ച് ആൾക്കാർ കുഞ്ഞുട്ടി വിളിക്കട്ടോ. വീട്ടിൽ കുടുംബക്കാരെ അച്ഛമ്മയൊക്കെ വിളിച്ചിരുന്നു കുഞ്ഞുട്ടി എന്നുള്ള അങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ പൊന്നൂൻ്റെ കുറേ ഫോട്ടോസും ഞങ്ങളൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട്. ഇപ്പം അച്ഛ അങ്ങനെ ഒരു ഫോട്ടോയിലായി മാത്രമേ. ഇത് അച്ഛനും അച്ഛമ്മയും കേട്ടോ. ഇത് അപ്പുറത്തുള്ളത് അച്ഛൻ്റെ ഫോട്ടോ ആണ്. അച്ഛൻ്റെ അനിയനും കുറേ മുന്നേ മരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് നേരം കൊലായിലൊക്കെ ഒന്ന് വന്നിരുന്നിട്ട്, മഴ ആയതുകൊണ്ട് മുറ്റത്തേക്കൊന്നും ഇറങ്ങാൻ വയ്യ, ഇടയ്ക്ക് പെയ്യും. അമ്മ കുറേ തിരുമ്പിയതൊക്കെ മുറ്റത്തേക്ക് എടുത്തിട്ടാണ്, പിന്നെ അത് എടുത്ത് വയ്ക്കും. അമ്മ അങ്ങനെ ഇറങ്ങിയും കയറി കളിക്കുകയാണ്. അപ്പോഴേക്കും അമ്മ പൂള ഉണ്ടാക്കി കൊണ്ടുവന്നു. പൂള അങ്ങനെ
അങ്ങനെ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അമ്മയ്ക്ക് അങ്ങനെയാണ് ഇഷ്ടം. പിന്നെ ഞാനും അങ്ങനെ തിന്നും, വറവിടുന്നേക്കാളും അങ്ങനെ ഇഷ്ടം. അപ്പോൾ കാന്താരി മുളക് ഉപ്പിലിട്ട് വെച്ചിരുന്നു അമ്മ, അതും പൂളിയും കൂടി തിന്നിട്ട് നല്ല രസമായിരുന്നു. പിന്നെ അതാ വീട്ടിൽ നമ്മൾ പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷം സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ തിന്നാക്കെടുക്കുക ഇത് തന്നെയല്ലേ പണി. പിന്നെ അമ്മ എന്ത് ചെയ്തു, കുറച്ച് ചിക്കൻ കറി ആയതിനു ശേഷം പൂളിയും ചിക്കൻ കറിയും കൊണ്ടുവന്ന് തന്നിട്ട്, അപ്പോൾ അതും അങ്ങോട്ട് തിന്നു. നല്ല ചൂട് എന്നാലും തിന്നാതെ വയ്യല്ലോ. ചോറിനെല്ലാം അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞിട്ടോ, അതെടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നല്ലൊരു ഉറക്കം അങ്ങോട്ട് ഉറങ്ങി എണീറ്റപ്പോൾ ഇതാ പൊന്നു വരുന്നുണ്ട്. പൊന്നു കുറച്ച് ദിവസം നിൽക്കാൻ വന്നതാണേ. അപ്പോൾ ഓള് വരുന്നുണ്ട്. ഓൾ എന്നെ കണ്ടപ്പോൾ എൻ്റെ ഒരു ക്യാമറയും പിടിച്ചുള്ള നിർത്ത് ഓഫാക്കിയത് പറഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ ഓളെയും കൂടി കാണാൻ വെച്ചിട്ട് പോകുന്നതാണ്. എങ്ങനെയാണല്ലോ ഏട്ടത്തി അനിയത്തിക്കും ഒപ്പം വന്ന് നിൽക്കാനൊന്നും ചിലപ്പോൾ കഴിയണമെന്നില്ല. അപ്പം ഓള് വന്നതിന് ശേഷം പോവാ വെച്ചതാണ്. നമ്മൾ ഓള് വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഓക്ക് വൈകുന്നേരം വന്ന ഒരു ചോറിനല്ല, പിന്നെ ഓള് രാത്രി ചോറിനുള്ളിട്ട് നല്ല വിശന്ന് കുഴങ്ങിയേക്കും വരിക. അപ്പോൾ ഓള് ചോറിനുണ്ടപ്പോൾ എനിക്കും കൊതിയായി. അപ്പോൾ ഓളിക്ക് വാരി തന്നിട്ടോ. ഞാനും ഓക്കാണ് വാരി കൊടുക്കല് സാധാരണ, പക്ഷെ ഇന്ന് ഓളിക്ക് വാരി തന്ന്. അങ്ങനെ 2-3 ഉരുളക്കേക്ക് വാരി തന്നെ ഓള് പറഞ്ഞു മതി ഇനി ഞാൻ തിന്നിടയ്ക്ക് പഴിച്ചിട്ട് വരിക എന്നിട്ട് ഓളെന്നെ തിന്നാണ്. അതിൻ്റെ ഇടയ്ക്ക് ഓളും കുട്ടിക്ക് കൊണ്ടുവന്നിട്ടുള്ള മിഠായിയൊക്കെ ഞാനും ഓളും കൂടി തിന്ന്. പിന്നെ അതാ മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഡ്രസ്സ് കണ്ടില്ല നിങ്ങൾ, അതൊരു 2 കളർ വാങ്ങിയിരുന്നു. അപ്പോൾ ഒന്ന് ഓളെടുത്തിട്ടിട്ട് അതാ രണ്ടാളും കൂടി അതെടുത്തിട്ട് കെട്ടിപ്പിടിക്കലും വീഡിയോ എടുക്കലും അങ്ങനെ പലത് ചെയ്യുന്നുട്ടോ. അങ്ങനെ കാണുമ്പോഴുള്ള സന്തോഷമല്ലേ ഉള്ളൂ. അതിന് ശേഷം പിന്നെ പോകുമ്പോൾ ഒരു സങ്കടമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അനിയൻ വന്നിട്ട്, അനിയനെ പലർക്കും അറിയില്ല, കാരണം അവൻ വീഡിയോയിലൊന്നും അങ്ങനെ നിന്നല്ലേ. അപ്പോൾ നീത്തുടൻ കുറേ ഓനോട് വിളിച്ച് പറഞ്ഞു എന്താ വേണ്ടത് വെച്ചപ്പോൾ ഓന് വളർത്തു മീനെ മതി എന്ന് പറഞ്ഞിട്ട് വാശി വെച്ച് കരഞ്ഞിരുന്നു. അപ്പോൾ ഓന് കുറച്ച് മീനെ കൊണ്ടുവന്നാണ് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ചെണ്ണം ഉണ്ട്, ഇനി വീട്ടിലെത്തിയിട്ട് അതിനെ ഇതാക്കണം. അപ്പോൾ അനീഷേട്ടൻ വരാറിരുന്നു, അനീഷേട്ടനെ കാത്തിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ വൈകുന്നേരം തന്നെ പോയിന്നേ. അപ്പോൾ അനീഷേട്ടൻ രാത്രി വരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ അനീഷേട്ടൻ വന്നിട്ട് പോവാൻ വിചാരിച്ച് നിന്ന് ഇരുട്ടായി. ഇപ്പം അനീഷേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞ് ഇന്ന് അവിടെ നിന്നോ, പിന്നെ ഇന്ന് വരാൻ കഴിയില്ല, വന്നപ്പോൾ നേരം വൈകി, നാളെ പോരാന്ന്. അപ്പോൾ അനീഷേട്ടൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അവിടെ. അപ്പോൾ എനിക്കൊരു സമാധാനക്കുറവ്. അപ്പം ഞാൻ വീട്ടിലേക്ക് പോരാ വിചാരിച്ചിട്ടു. അപ്പോൾ പൊന്നൂനും അമ്മയ്ക്ക് ഭയങ്കര സങ്കടം, ഒന്നും വർത്താനം പറഞ്ഞിരുന്നില്ലല്ലോ. കുറച്ച് നേരം ഞാൻ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു, ഞാൻ നല്ലൊരു ഉറക്കം ഉറങ്ങി. അമ്മേനോടൊന്നും വർത്താനം പറഞ്ഞില്ല. പൊന്നു വന്നതിന് ശേഷം സമയം കിട്ടിയില്ലല്ലോ. അപ്പം ഇനിയിപ്പോൾ എന്തായാലും പോവാ വെച്ചൊരു സമാധാനം ഇല്ല ചേട്ടാ ഒറ്റയ്ക്കായിട്ട്. അപ്പം ഞാൻ പോരാ വെച്ചാൽ ചേട്ടനോട് പറഞ്ഞില്ല കേട്ടോ വരുന്നത്. അപ്പോൾ പോരാനായപ്പോൾ സങ്കടത്തിലും ചിരിച്ചുകൊണ്ടൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അമ്മേനോട് കുറേ ഞങ്ങളെ കൂടെ ഒരു ഫോട്ടോയ്ക്ക് നിന്നേരം പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് മടി, അമ്മ വേണ്ട എന്നൊക്കെ പറഞ്ഞു. പിന്നെ പിടിച്ച് വെച്ചെടുത്താണ് കേട്ടോ ഫോട്ടോയും വീഡിയോ ഒക്കെ. അങ്ങനെ ഞാൻ ഇന്ന് പോന്ന്. അപ്പോൾ അനിഷേട്ടനോട് പറഞ്ഞില്ല, അനിഷേട്ടൻ അവിടെ ഉണ്ടാവും. അപ്പോൾ ഓട്ടോ 9 മണിക്കാണ് വരാൻ പറഞ്ഞത്. അപ്പോൾ 9 മണിയാകുമ്പോൾ പോവാൻ വിചാരിച്ചു. അപ്പോൾ നിത്തൂട്ടന് ഭയങ്കര സങ്കടം, കാരണം മേമയും മാമനും വന്നതിന് ശേഷം ഓന് കളിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഓരുണ്ടാകുമ്പോൾ ഓന് ഭയങ്കര സന്തോഷം, വേറെ ആരും വേണ്ട. അങ്ങനെ ഇന്നത്തെ ദിവസം 9 മണിയാകുമ്പോൾ ഓട്ടോ വന്നിട്ട് അപ്പോൾ ഞാൻ നിത്തൂട്ടനെ അതിൽ കയറി പോകുന്നു. 9:20 9:35 9:40 ആകുമ്പോൾ അവിടെ എത്തിയിട്ടോ. അനിഷേട്ടൻ പീടികയിൽ ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളും അവിടെ ഇറങ്ങി, പിന്നെ അനിഷേട്ടൻ്റെ കൂടെ വണ്ടിയിൽ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.